ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മുടെ അടുത്ത ചാപ്റ്ററിൻ്റെ പേരാണ് റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. നമുക്ക് ആദ്യമായി ലൈറ്റ് ഒരു ഓബ്ജക്റ്റിൽ വന്ന് വീണ് കഴിഞ്ഞാൽ എങ്ങനെ ബിഹേവ് ചെയ്യും എന്ന് നോക്കാം. വെൻ ലൈറ്റ് ഈസ് ഇൻസിഡൻറ്റ് ഓൺ എ സർഫസ്, ഇറ്റ് ഈസ് പാർഷ്യലി റിഫ്ലക്റ്റഡ് ബാക്ക്, പാർഷ്യലി അബ്സോർബ്ഡ് ബൈ ദ സർഫസ് ആൻഡ് റിമൈനിങ് ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ദ സർഫസ്. ഒരു പാർഷ്യലി ഒപ്പേക്കായിട്ടുള്ള ഒരു ഓബ്ജക്റ്റിൽ ലൈറ്റ് വന്ന് വീണ് കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ബിഹേവ് ചെയ്യുക? നോക്കുക, ഈ ചിത്രത്തിൽ ഒരു ലൈറ്റ് റേ വാട്ടറിലേക്ക് വന്ന് വീഴുകയാണ്. ഈ വാട്ടറിൽ വന്ന് വീഴുന്ന ലൈറ്റ് റേയുടെ കുറച്ച് ഭാഗം അതിൻ്റെ എനർജി അബ്സോർബ് ചെയ്യും, കുറച്ച് ഭാഗം റിഫ്ലക്റ്റ് ചെയ്യും. ആ ലൈറ്റ് റേയിലെ എനർജിയുടെ കുറേ ഭാഗം അതിലൂടെ കടത്തി വിടുന്നു. ഇറ്റ് വിൽ ബി അലൗഡ് ടു പാസ് ത്രൂ ദാറ്റ് മീഡിയം. ഓക്കെ. എന്നാൽ ഒരു മിറർ, ഒരു കണ്ണാടിയിലാണ് ഒരു ലൈറ്റ് വന്ന് വീഴുന്നെങ്കിലോ, ദാറ്റ് വിൽ ബി റിഫ്ലക്റ്റഡ്. ദ മിറേഴ്സ് വിൽ ബി റിഫ്ലക്റ്റിംഗ് ദ ലൈറ്റ് മോർ എഫിഷ്യൻ്റ്ലി. അടുത്തായിട്ട് ഒരു റേ ഓഫ് ലൈറ്റ്, പ്രകാശരശ്മി എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം. ദ പാത്ത് എലോങ് വിച്ച് എ ലൈറ്റ് വേവ് ട്രാവൽസ് ഈസ് കാൾഡ് റേ ഓഫ് ലൈറ്റ്. ഒരു സുഷിരത്തിൽ കൂടി കടന്നു വരുന്ന ലൈറ്റ് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ മുമ്പോട്ട് പോകുന്നു. അപ്പോൾ അതിന് നമുക്ക് ഒരു റേ ഓഫ് ലൈറ്റ് ആയിട്ട് കാണാം. ആക്ച്വലി റേയുടെ ഡെഫിനിഷൻ ഇതാണ്: ദ പാത്ത് എലോങ് വിച്ച് എ ലൈറ്റ് വേവ് ട്രാവൽസ്. ഈ ചിത്രത്തിൽ 4 റേകളെ കാണിച്ചിട്ടുണ്ട്. റേകളെ കാണിക്കാനായിട്ട് ആരോ മാർക്കുള്ള ലൈൻസാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഇവിടെ 4 റേകളെ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ എ ബഞ്ച് ഓഫ് റേസിനെ ട്രാവലിംഗ് ഇൻ ദ സെയിം പാരൽ ഡയറക്ഷനെ നമ്മൾ ബീം ഓഫ് ലൈറ്റ് എന്ന് പറയും. ഈ ചിത്രത്തിൽ റേസ് തന്നെയാണ് ഒരു പോയിൻ്റ് സോഴ്സിൽ നിന്ന് ഡൈവേർജ് ചെയ്ത് പോകുന്ന, പല ഡയറക്ഷനിലേക്ക് ഡൈവേർജ് ചെയ്ത് പോകുന്ന റേസിനാണ് കാണുന്നത്. എന്നാൽ ഇവിടെ നേരെ റിവേഴ്സാണ്. അതായത് പല ഡയറക്ഷനിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് ഒരു പോയിൻറ്റിലേക്ക് കൺവെർജ് ചെയ്യുന്നു, കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നമ്മൾ ആദ്യം കണ്ട ചിത്രത്തിൽ കണ്ടത് ഒരു ബീം ഓഫ് ലൈറ്റാണ്. എന്താണ് ബീം ഓഫ് ലൈറ്റ്? എ ബണ്ടിൽ ഓഫ് റേസ് ഓഫ് ലൈറ്റ് ഈസ് കാൾഡ് ബീം ഓഫ് ലൈറ്റ്. ഇനി ഒരു പ്ലെയിൻ മിററിൽ ലൈറ്റ് വന്ന് വീഴുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 2 ആംഗിളുകളെ കുറിച്ചാണ് അടുത്ത് പഠിക്കാനുള്ളത്: ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ദ ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡൻറ്റ് റേ ആൻഡ് നോർമൽ ഈസ് കാൾഡ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അതുപോലെ തന്നെ ആംഗിൾ ബിറ്റ്വീൻ റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ സെയിം നോർമൽ ഈസ് കാൾഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അത് നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ പറ്റും. ഒരു പ്ലെയിൻ മിററിൽ ഒരു സിംഗിൾ റേ ഓഫ് ലൈറ്റ് വന്ന് ഇൻസിഡൻറ്റ് ചെയ്യാണ്. ഈ സർഫസിലെ ഇൻസിഡൻറ്റിങ് പോയിൻറ്റിൽ ഈ സർഫസിന് വരച്ച 90 ഡിഗ്രിയിലുള്ള ഒരു സാങ്കല്പികമായ ഒരു ലൈനാണ് നോർമൽ എന്നെഴുതിയിരിക്കുന്നത്. ഈ റേസ് രണ്ടും റിയാലിറ്റിയാണ്, ഇതൊരു സാങ്കല്പികമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നോർമലും ഇൻസിഡൻറ്റ് റേയിനും എടുക്കുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. സാധാരണ ഇത് സ്മോൾ ലെറ്റർ I എന്ന ലെറ്ററിലാണ് എഴുതാറ്. അതേ നോർമലിനും റിഫ്ലക്റ്റഡ് റേയിനും എടുക്കുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. സാധാരണ ഇത് സ്മോൾ ലെറ്റർ R എന്ന ലെറ്ററിലാണ് എഴുതാറ്. ഇനി ലോ ഓഫ് റിഫ്ലക്ഷൻ എന്താണെന്ന് നോക്കാം. ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഈ 2 ആംഗിൾസും ഈക്വലായിരിക്കും. ഈ ആംഗിൾ 30 ഡിഗ്രി ആണെങ്കിൽ ഇതും 30 ഡിഗ്രി ആകും. കുറച്ചും കൂടി വൈഡായിട്ട് ഒരു 45 ഡിഗ്രി ആണെങ്കിൽ ഈ റിഫ്ലക്റ്റഡ് ആംഗിളും 45 ഡിഗ്രി ആകും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതുകൂടാതെ ഒരു സെക്കൻഡ് പാർട്ടും കൂടിയുണ്ട്. ദ ഇൻസിഡൻറ്റ് റേ, the reflected ray and the normal to the reflecting surface lie in the same plane. ഈ ചിത്രത്തിൽ തന്നെ കാണിച്ചിരിക്കുന്ന 3 വരകൾ, ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് നോർമൽ, ഈ 3 കൂടി ചേർന്ന് നമുക്ക് ഒരൊറ്റ പ്ലെയിനിൽ കാണാൻ സാധിക്കും. സോ ഇത് 2 കൂടി ചേർന്നാണ് ലോ ഓഫ് റിഫ്ലക്ഷൻ. അടുത്തായിട്ട് ഒരു സാധാരണ പ്ലെയിൻ മിററിൽ, നമ്മൾക്ക് മുഖം നോക്കുന്ന ഒരു മിററിൽ ഉണ്ടാകുന്ന ഇമേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, എന്തൊക്കെ സവിശേഷതകളാണ് ഉണ്ടാക്കുക? ഒരു സാധാരണ പ്ലെയിൻ മിററാണ് നമ്മൾ മിറർ എന്ന് പറയുമ്പോൾ മനസ്സിലോടി വരിക. ഒരു പ്ലെയിൻ മിററിൻ്റെ മുമ്പിൽ റിയൽ ഓബ്ജക്റ്റ് നിൽക്കുന്നു, അതിൻ്റെ ഇമേജ് ഇവിടെ ഫോം ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു ക്യാൻഡിൽ, റിയൽ ക്യാൻഡിൽ ഇവിടെ ഇരിക്കുന്നു, അതിൻ്റെ ഒരു ഇമേജ് ഫോം ചെയ്യുന്നു. അപ്പോൾ എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ പ്രത്യേകതകൾ? പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഇമേജ് വിൽ ബി ഫോംഡ് ബിഹൈൻഡ് ദ മിറർ. മിററിന് പുറകിലായിട്ട് എന്ന രീതിയിൽ നമുക്ക് തോന്നുന്നു ഇമേജിൻ്റെ പൊസിഷൻ. പിന്നെയും എന്തൊക്കെയാണ്?
സൈസ് ഓഫ് ദ ഇമേജ് ഈസ് സെയിം ആസ് എ സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റും ബ്രെഡ്ത്തും എല്ലാം തന്നെ ഇമേജിൻ്റെയും സെയിം ആയിരിക്കും. ഇമേജ് ഫോംഡ് ഈസ് വെർച്വൽ ഇമേജ് അഥവാ മിഥ്യ ആയ ഇമേജാണ് ഉണ്ടാകുക. അപ്പോൾ മിഥ്യ ഇമേജ് വെർച്വൽ എങ്ങനെ തിരിച്ചറിയാം? ഇറ്റ് കനോട്ട് ബി പ്രൊഡ്യൂസ്ഡ് ഓൺ എ സ്ക്രീൻ. നമുക്കൊരു പ്രൊജക്ടറിലൂടെ ഒരു ഒബ്ജക്റ്റിൻ്റെ ഇമേജ് നമുക്ക് സ്ക്രീനിൽ കാണിക്കാം. സിനിമ ഹാളുകളിലെല്ലാം അതാണ് സംഭവിക്കുന്നത്. ഫിലിമിലുള്ള ഒബ്ജക്റ്റിനെ സ്ക്രീനിൽ കൊണ്ടുവരും. എന്നാൽ ഒരു കണ്ണാടിയിലുണ്ടാകുന്ന ഇമേജിനെ നമുക്ക് സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. അത്തരം ഇമേജിനെ നമുക്ക് കാണാൻ മാത്രമേ പറ്റുള്ളൂ. അത് നമ്മൾ വെർച്വൽ ഇമേജ് എന്ന് പറയും. ഇമേജ് ഈസ് ഇറക്റ്റ്. ഓബ്ജക്റ്റിനെ പോലെ തന്നെ ഇമേജും നേരെ തന്നെ ഇറക്റ്റായിട്ടാണ് കാണുന്നത്. ബട്ട് ദ ഇമേജ് ഈസ് ലാറ്ററലി ഇൻവെർട്ടഡ്. ലെഫ്റ്റ് റൈറ്റ് ഇൻ്റർചേഞ്ചിങ് അവിടെ കാണാൻ സാധിക്കും. അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ഫെറിക്കൽ മിറേഴ്സ് എന്ന കാറ്റഗറിക്കാരാണ്. ഈ സ്ഫെറിക്കൽ മിറർ എങ്ങനെ ഉണ്ടാകുന്നത്? ദ പോർഷൻ ഓഫ് എ റിഫ്ലക്റ്റിംഗ് സർഫസ് വിച്ച് ഫോംസ് പാർട്ട് ഓഫ് എ സ്ഫിയർ ഈസ് കാൾഡ് സ്ഫെറിക്കൽ മിറർ. ഈ മിററിൻ്റെ സർഫസ് ഒരു സാങ്കല്പികമായ സ്ഫിയറിൻ്റെ ഒരു പാർട്ടായിട്ട് വരിക. അങ്ങനെ വരുമ്പോഴാണ് അതിനൊക്കെ സ്ഫെറിക്കൽ മിറർ എന്ന് പറയുന്നത്. ഇതാ ഈ ഫിഗർ നോക്കുക. രണ്ട് തരത്തിലുള്ള മിറേഴ്സ് ഉണ്ട്. കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ. ഇത് രണ്ടും സ്ഫെറിക്കൽ മിററാണ്. ഇതാണ് ഡോട്ടഡ് ലൈനാണ് ഇമാജിനറി സ്ഫിയറിനെ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ട് മാത്രം എടുക്കുക. അതുപോലെ മറ്റൊരു പാർട്ട് എടുക്കുക. ഇവിടെ ഗ്രേ കളറിൽ കാണുന്നത് നോൺ റിഫ്ലക്റ്റിംഗ് സൈഡാണ്. ഇവിടെയും ഗ്രേ കളറിൽ കാണുന്നത് പെയിൻ്റ് അടിച്ച ആ നോൺ റിഫ്ലക്റ്റ് ചെയ്യാത്ത സൈഡും ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് റിഫ്ലക്റ്റിംഗ് സൈഡുമാണ്. അപ്പോൾ കോൺകേവ് മിററിനെ നമുക്ക് എങ്ങനെ കണ്ടാൽ തിരിച്ചറിയാം? ഈ സ്ഫിയറിൻ്റെ സെൻറ്ററാണല്ലേ കാണുന്നത്. വരുന്ന റേസിനാണ് ഈ യെല്ലോ കളറായിട്ട് കാണുന്നത്. ആ റിഫ്ലക്റ്റിംഗ് സൈഡിൽ റിഫ്ലക്റ്റ് ചെയ്ത് ഒരു പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ റിഫ്ലക്റ്റിംഗ് സൈഡ് ടുവേഴ്സ് സെൻറ്ററിൽ നിൽക്കുകയാണെങ്കിൽ അത്തരം മിററാണ് കോൺകേവ് മിറർ. എന്നാൽ അതിൻ്റെ റിവേഴ്സ് ആണെങ്കിൽ നമുക്കത് കോൺവെക്സ് മിറർ എന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അത് നമുക്കിങ്ങനെ അറിയാം. റിഫ്ലക്റ്റിംഗ് സർഫസ് ടുവേഴ്സ് സെൻറ്റർ ഓഫ് ദി സ്ഫിയർ. അപ്പോൾ അങ്ങനെ ആയിരിക്കുന്നതാണ് കോൺകേവ് മിറർ. റിഫ്ലക്റ്റിംഗ് സർഫസ് അവേ ഫ്രം ദി സെൻറ്റർ ഓഫ് ദി സ്ഫിയർ ആയാൽ അത് കോൺവെക്സ് മിററായിരിക്കും. ദന്തിസ്റ്റുകൾ ഉപയോഗിക്കുന്ന കോൺകേവ് മിററിന് എക്സാമ്പിളാണ്. വായ്ക്കകത്തുള്ള ഭാഗങ്ങൾ മാഗ്നിഫൈ ചെയ്ത് വളരെ വലുതാക്കി കാണിക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. എന്നാൽ ഈ കാണുന്നത് ഒരു കോൺവെക്സ് മിററാണ്. ഇതിൽ ഓബ്ജക്റ്റുകളെ കാണുന്നത് അതിൻ്റെ യഥാർത്ഥ സൈസിനേക്കാൾ ചെറുതായിട്ടായിരിക്കും കാണുക. കോൺവെക്സ് മിറർ റിയർ വ്യൂ മിറർ, വെഹിക്കിളിലെ പുറവശം കാണാൻ ഉപയോഗിക്കുന്ന റിയർ വ്യൂ മിററുമായിട്ടും ഉപയോഗിക്കാറുണ്ട്. സ്ഫെറിക്കൽ മിററുകളിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ്. സെൻറ്റർ ഓഫ് കർവേച്ചർ സി എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. ആ ഇമാജിനറി സ്ഫിയറിൻ്റെ സെൻറ്ററിനെയാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നു. അതേ ഇമാജിനറി സ്ഫിയറിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ക്യാപിറ്റൽ ആർ എന്ന് പറയും. ജിയോമെട്രിക് സെൻറ്റർ ഓഫ് ദി സ്ഫെറിക്കൽ മിററിനെ നമ്മൾ പോൾ എന്ന് പറയുന്നു. സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നൊരു പോയിൻ്റാണ്. സെൻറ്റർ ഓഫ് കർവേച്ചർ പോലെ പോൾ എന്ന് പറയുന്നതും ഒരു പോയിൻ്റാണ്. ഈ രണ്ട് പോയിൻ്റുകൾ ചേർത്ത് വരക്കുന്ന ഒരു ലൈനിനെ, ദാറ്റ് ഈസ് ലൈൻ ജോയിനിങ് പോൾ ആൻഡ് സെൻറ്റർ ഓഫ് കർവേച്ചർ, അതിനെ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയും. ഒരു കർവ്ഡ് മിററിൻ്റെ ഡയമീറ്ററിനെയാണ് നമ്മൾ അപ്പർച്ചർ എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊരു കോൺകേവ് മിററിനെ കാണാൻ പറ്റും. ഈ കോൺകേവ് മിററിൻ്റെ പി എന്ന് റെപ്രസെൻ്റ് ചെയ്ത് ജിയോമെട്രിക്കൽ സെൻറ്ററാണ്. അതിനെ പോൾ എന്ന് പറയും. ഈ ഇമാജിനറി സ്ഫിയറിൻ്റെ സെൻറ്ററിനാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ. പിക്കും സിക്കും ചേർത്ത് വരുന്ന സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ ആക്സിസ് എന്ന് പറഞ്ഞു. എഫ് എന്ന് പറയുന്നത് ഫോക്കസ് ആണ്, അഥവാ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ എങ്ങനെയാണ്? പാരൽ റേസ് ആക്സിസിന് പാരലായിട്ട് വരുമ്പോൾ ആഫ്റ്റർ റിഫ്ലക്ഷൻ ദേ വിൽ ബി കൺവെർജിങ് അറ്റ് എ പോയിൻറ്റ് ഇൻ ദ പ്രിൻസിപ്പൽ ആക്സിസ് ആൻഡ് ദാറ്റ് പോയിൻ്റ് ഈസ് കാൾഡ് പ്രിൻസിപ്പൽ ഫോക്കസ്. ആക്സിസിന് പാരലായിട്ട് വരുന്ന റേസ് കോൺകേവ് മിററിൽ പ്രതിഫലിച്ചതിന് ശേഷം ആക്സിസിൽ തന്നെയുള്ള ഒരു പോയിൻറ്റിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണാം. ആ പോയിൻ്റിനെയാണ് പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. അതാണ് പ്രിൻസിപ്പൽ ഫോക്കസ്. ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോൾ പി ആൻഡ് പ്രിൻസിപ്പൽ ഫോക്കസ് എഫ്. പി എഫ് ഡിസ്റ്റൻസിനെയാണ് ഫോക്കൽ ലെങ്ത്തിനെ സ്മോൾ ലെറ്റർ എഫ് കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഡിസ്റ്റൻസ് പി എഫ് ഡിസ്റ്റൻസിനെയാണ് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. ഈ ഡിസ്റ്റൻസിനെ സ്മോൾ എഫ് എന്ന ലെറ്റർ കൊണ്ട്
റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യമാണ് ഇവിടെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അതൊരു കോൺകേവ് മിററിൻ്റെ കാര്യം. കോൺവെക്സ് മിററിൻ്റെ കാര്യത്തിലോ പാരൽ റേസ് ആഫ്റ്റർ ഹിറ്റിംഗ് ദേ വിൽ ബി ഡൈവർജിങ് അവേ. ഈ റേസ് എല്ലാം പരസ്പരം അകന്നു പോകുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഒരിക്കലും കൂട്ടിമുട്ടുന്നില്ല. ബട്ട് ദേ ആർ സീം ടു ബി ഡൈവർജിങ് അവേ ഫ്രം എ പോയിൻറ്റ് ഓൺ ദ പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസിലെ ഒരു പോയിന്റിൽ നിന്നും പരസ്പരം അകന്നു പോകുന്നത് പോലെ തോന്നും. എനിവേ ദാറ്റ് പോയിന്റ് ഈസ് കാൾഡ് പ്രിൻസിപ്പൽ ഫോക്കസ് ആൻഡ് അഗെയിൻ ദിസ് PF ഡിസ്റ്റൻസ് ഈസ് കാൾഡ് സ്മോൾ f, that is focal length.